സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടു. സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വനിതാ അംഗം അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേതാ മേനോൻ വിജയം നേടിയത്. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷറർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഉണ്ണി ശിവപാൽ ആണ് വിജയിച്ചത്. ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചത്. ഈ ജയത്തിന് ശേഷം താരങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം എന്തായിരുന്നു എന്ന് നോക്കാം. ആദ്യം അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു, ഇതാ ഒരു സ്ത്രീയായി. ഇനി നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാം ഇതിൽ സത്യം പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാരക്ടേഴ്സാണ്, ഒരു ആക്ഷൻ, ഒരു കട്ടിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മളെപ്പോഴും നയിക്കുന്നത്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു അഗൈൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് to my team, come on guys, hip hip, hip hip. We did it guys, we did it. Thank you so much. Thank you. Very happy. പക്ഷേ ഞാൻ സത്യം പറയാണ്, നമ്മളുടെ പേട്രൻസ് ആയ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇല്ലെങ്കിൽ നമ്മൾക്ക് അവരുടെ സപ്പോർട്ട് ഇല്ലാതെ അമ്മയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവർ വേണം. ആൻഡ് അവർ നമ്മളെ പേട്രനൈസ്, നമ്മൾ എല്ലാവരും അവരെ പേട്രൻസ് ആയിട്ട് തന്നെയാണ് കരുതുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഐ വോണ്ട് ദെയർ ബ്ലെസ്സിങ്സ്. നമ്മുടെ ഗുരുക്കന്മാരെ എല്ലാവരും ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് ഞാൻ എടുക്കാൻ പറ്റും. ഐ ആം സോ ഹാപ്പി. ഇവിടെ ഒരുപാട് ചർച്ച നടന്നു, അത്രേ ഉള്ളൂ. നമ്മളുടെ ഒരു 5 മിനിറ്റ്സ് നമ്മൾ എല്ലാ പ്രോബ്ലംസും സോൾവ് ആവും. മോസ്റ്റ് വെൽക്കം. അവരുടെ സ്വന്തം കുടുംബമാണ്. ആർക്ക് വേണമെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് ഉള്ള ആൾക്കാർ, ഇവിടുന്ന് പോയ ആൾക്കാർ തിരിച്ചു വരാം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വേണമെങ്കിൽ പേഴ്സണൽ അവർ പറഞ്ഞാൽ ഞാൻ അവരെ പേഴ്സണലി ആയിട്ട് പോയിട്ട് കാണാം. പക്ഷേ അവർ ഓക്കെ ആണ്. അങ്ങനെ എനിക്കറിയില്ല. ദിനോ ഞാൻ അടിക്കേ അത് ആദ്യമായിട്ട് കിട്ടിയ ഒരാളോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉറപ്പായിട്ട്. ദേവൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ്. പത്രസമ്മേളനത്തിന് അദ്ദേഹം പറഞ്ഞു, വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട കാര്യമില്ല, അവർ മത്സരിച്ച് ജയിച്ച് വരട്ടെ എന്ന വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത് ശ്വേതാ മേനോൻ അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ് എന്ന്. അതാണ് ആ സ്പിരിറ്റ്. യെസ്, എന്തായാലും വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ കൊടുങ്കാറ്റായിരുന്നു സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയത്. അതിനുശേഷം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ്, അതിന്റെ ഫലം എന്തായിരുന്നു സംഭവിച്ചത് എന്ന റിപ്പോർട്ട് ആജ്ഞ രവീന്ദ്രൻ നൽകും. 31 വർഷത്തെ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ പോസ്റ്റിലേക്ക് 2 വനിതാ പ്രാതിനിധ്യം എത്തുകയാണ്. ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുപോലെ കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്. അതായത് അമ്മയുടെ തന്നെ 2 പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ്. ജനറൽ സെക്രട്ടറിയും അമ്മ പ്രസിഡന്റും. ഈ 2 സ്ഥാനത്തേക്കാണ് ഈ 2 സ്ത്രീകൾ മത്സരിച്ച് തന്നെ ജയിച്ച് കയറിയിരിക്കുന്നത്. അമ്മയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയധികം സ്ത്രീകൾ മത്സര രംഗത്തുണ്ടായതും അതുപോലെ ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾ ജയിക്കുന്നതുമായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുതൽ അമ്മയുടെ ആ സമയത്തുണ്ടായിരുന്ന ഭരണസമിതി അടിയന്തരമായി പിരിച്ചുവിടുന്നു. ആരോപണങ്ങൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നു അമ്മ അടിയന്തരമായി അതിൻ്റെ ഭരണസമിതി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. പിന്നീട് അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വരുന്നു. പിന്നീടുണ്ടായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിരവധി ആരോപണങ്ങൾ സിനിമയിലെ വനിതകളടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം ഈ ഒരു തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമായിരുന്നു കേരളം തന്നെ നൽകിയിരുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും വനിതകളാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയും ബാക്കി നിൽക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നതും അത്തരത്തിലാണ്. അത്തരം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യും. അതായത് സിനിമാ രംഗത്തെ വനിതകളുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമത്തിനെതിരെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ സിനിമ തൊഴിൽ പീഡനങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇനി അമ്മ ഒറ്റക്കെട്ടാണ് എന്ന് പറയുമ്പോൾ പോലും ഇത്തരം ആരോപണങ്ങൾ ഈ 2 സ്ത്രീകൾ, അതായത് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും തെരഞ്ഞെടുപ്പ് നേരിട്ട
ഘട്ടത്തിൽ തന്നെ നേരിട്ടിരുന്ന ആരോപണങ്ങൾ വളരെ ശക്തമാണ്. അതായത് ശ്വേതാ മേനോന് ഹൈക്കോടതിയുടെ സപ്പോർട്ടോടുകൂടി തന്നെ പിന്നീട് മത്സരിക്കേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം. അത് അവർ അഭിനയിച്ച സിനിമകളുടെ പശ്ചാത്തലത്തിലാണ് അവർ ആരോപണങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് വന്നൊരു സാഹചര്യം ഉണ്ടായത്. അതേസമയം കുക്കു പരമേശ്വരൻ മുൻപ് ഇവർ സ്ത്രീകൾ ഒന്നിച്ചു ചേർന്ന സാഹചര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ആ പ്രശ്നങ്ങൾ ഒരു മെമ്മറി കാർഡിൽ റെക്കോർഡ് ചെയ്തിരുന്നു, ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിരുന്നു. അതിൻ്റെ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ്റെ കൈവശമാണ്. അത് മിസ്യൂസ് ചെയ്യപ്പെടുമെന്നുള്ള ആരോപണമായിരുന്നു കുക്കു പരമേശ്വരനെതിരെ വന്നിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരുന്ന സാഹചര്യത്തിൽ അത്തരം ആരോപണങ്ങൾ, അത്തരം ആശങ്കകൾ ആരും പങ്കുവച്ചില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമായിരുന്നു ഇത്തരം ഒരു ആരോപണങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് കൂടുതലും മറുപടി പറയേണ്ടി വന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാൽ അനൂപ് ചന്ദ്രനെ തോൽപ്പിച്ചാണ് ഉണ്ണി ശിവപാൽ രംഗത്തെത്തിയിരിക്കുന്നത്. അനൂപ് ചന്ദ്രനായിരുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആദ്യം ഉള്ള ആരോപണത്തിന് തിരികൊളുത്തിയത്. പ്രത്യേകിച്ചും ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകിയിരുന്ന സാഹചര്യത്തിൽ ആരോപണ വിധേയർ മത്സരിക്കാനാവില്ല, ആരോപണ വിധേയർ സ്വയം പിന്മാറണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ അനൂപ് ചന്ദ്രൻ ഈ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ ഉണ്ണി ശിവപാലാണ് അനൂപ് ചന്ദ്രനെ ട്രഷറർ സ്ഥാനത്തേക്ക് തോൽപ്പിച്ചിട്ട് ഉണ്ണി ശിവപാലാണ് ജയിച്ചിരിക്കുന്നത്. മറ്റു സ്ഥാനങ്ങളിലേക്കൊക്കെ ശ്വേതാ മേനോൻ ദേവിനെ തോൽപ്പിച്ചാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റായിരിക്കുന്നത്. കുക്കു പരമേശ്വരനെതിരെ മത്സരിച്ചിരുന്ന രവീന്ദ്രനായിരുന്നു. അതുപോലെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയുമാണ് നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പക്ഷേ അമ്മയുടെ മുഴുവൻ ആളുകൾ, അതായത് 506 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 12% വോട്ടുകൾ കഴിഞ്ഞ വർഷം പോൾ ചെയ്തതിനേക്കാൾ 12% വോട്ടുകൾ കുറവായിരുന്നു ഇത്തവണ പോൾ ചെയ്തത് എന്നുള്ളൊരു നിരീക്ഷണമുണ്ട്. പ്രമുഖരുൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. അമ്മയിൽ നിന്നും പിണങ്ങിപ്പോയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവരെയൊക്കെ ഏകോപിപ്പിച്ച് നിർത്താനുള്ള ശ്രമങ്ങളുണ്ടാകും എന്നും കുക്കു പരമേശ്വരനും ശ്വേതാ മേനോനും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അതായത് ഇനിയുള്ള അമ്മ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും കൂടുതൽ മുൻഗണന നൽകുക. ഇത്തരം പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അഭിമുഖീകരിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു ആശയമാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ എങ്ങനെയാണ് ഇനി ഇതിനെ നയിക്കുക എന്നതും പ്രധാനപ്പെട്ടതായി മാറുമ്പോൾ, നേരത്തെ നമ്മൾ പ്രതികരണങ്ങൾ കേട്ടുവെങ്കിൽ അതിനുശേഷം ഞങ്ങളുടെ പ്രതിനിധി ആജ്ഞ രവീന്ദ്രനുമായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്വേതാ മേനോൻ സംസാരിക്കുകയുണ്ടായി. ഈ വലിയ സന്തോഷമായിരുന്നു ശ്വേത പങ്കുവച്ചത്. വലിയ ഉത്തരവാദിത്തമാണ്, അത് എല്ലാവരുടെയും സഹായത്തോടെ പൂർത്തിയാക്കാൻ ശ്രമിക്കും. അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ വന്ന ആരോപണങ്ങൾ കുടുംബത്തെയും തന്നെയും ഒരുപാട് വേദനിപ്പിച്ചു എന്നും ശ്വേത പറയുകയുണ്ടായി. താരസംഘടന അമ്മയുടെ നേതൃത്വത്തിലേക്ക് വന്ന ആദ്യ സ്ത്രീ നമ്മളോടൊപ്പമുണ്ട്. എന്തായാലും കുറേ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ശേഷം അമ്മ പുതിയ തെരഞ്ഞെടുപ്പ് നേരിട്ടു, പുതിയ ഭാരവാഹിത്വത്തിലേക്ക് വന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ് അമ്മയുടെ ഉണ്ടാക്കാൻ പോവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നേതൃസ്ഥാനത്തിൽ എത്തിയിരിക്കുന്നവരോട് തന്നെ ചോദിക്കാം. ആരോപണങ്ങൾക്ക് ശേഷം കേരളം വളരെ സാഹൂര്യം നോക്കിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് അതിലേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു അംഗീകാരത്തെ എങ്ങനെ നോക്കുക? ഒരുപാട് എന്താ പറയുക, കീ പോസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നല്ല ദൗത്യങ്ങളുണ്ട്, ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. എല്ലാം കേട്ടും ചർച്ച ചെയ്തിട്ടും ആണ് ചെയ്യാൻ പോണത്. ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് ടൈം ബിക്കോസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കമ്മ്യൂണിക്കേറ്റീവ് ആയ ഒരു എക്സിക്യൂട്ടീവ് ടീമാണ് കിട്ടിയത്. സോ ഐ എം വെരി ഹാപ്പി. കലാകാരി എന്നുള്ള നിലയിൽ ചേച്ചി അഭിനയിച്ച സിനിമകളുടെ പേരിലാണ് ചേച്ചി കല്ലെറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. നമുക്ക് അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ബിക്കോസ് ഒരാളുടെ ഇങ്ങനത്തെ ഒരു ചിന്ത പോവും എന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കില്ല. പിന്നെ അത് എനിക്ക് ഒരു പേഴ്സണലി ഭയങ്കര ഹേർട്ടായിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ ഫാമിലീൻ്റെ സപ്പോർട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മോളെ പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആസ് എ ഫാമിലി, ആസ് എ ഹ്യൂമൻ ബീങ് അത് എനിക്ക് കുറച്ച് വേദനിപ്പിച്ചിട്ടുണ്ട്. ബട്ട് റൈറ്റ് നൗ പക്ഷേ എലക്ഷൻ ഇതിൽ എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല. ദർ വാസ് നോ ഡൗട്ട്, ഐ വാസ് റെഡി ടു ഫൈറ്റ്. ശ്വേതയ്ക്കെതിരെയുള്ള അലിഗേഷൻസ് ഉണ്ടല്ലോ, അത് വളരെ വളരെ മോശമായിരുന്നു. നമുക്കൊരു ഭയം ഉണ്ടായിരുന്നത്, കുഞ്ഞ് 12 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണ്. അവളെ ഞാനും വായിക്കുകയും അവളോട് ഫ്രണ്ട്സ് ആരെങ്കിലും പറയുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ മനസ്സിൽ എന്തായിരിക്കും, അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു. അപ്പോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു, ഒരുപാട് കരഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് നേരിടാൻ, നമുക്ക് നിയമവ്യവസ്ഥയിൽ നല്ല വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ സംഭവിച്ചു.
ആ 2 ദിവസം വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ മാനസികമായിട്ട് വളരെ വിഷമത്തിലായിരുന്നു. ഇപ്പോൾ പറഞ്ഞ ലൈംഗികാരോപണങ്ങളാകട്ടെ, തൊഴിൽ പീഡനങ്ങളാകട്ടെ, തൊഴിൽ ഇടത്തെ എന്ന് പറഞ്ഞാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളാകട്ടെ, ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു ഉത്തരവാദിത്വം കൂടി. കാരണം നേതൃത്വത്തെ ഭരണസമിതി അതിൽ പരാജയപ്പെട്ട് തന്നെയാണ് അതിനെ പിരിച്ചുവിട്ടുന്ന ഒരു സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഉത്തരവാദിത്തങ്ങളാണ് ചേച്ചിയുടെ ഷോൾഡറിലേക്ക് വരാനിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ ആളുകളെ കേൾക്കില്ല? ബിക്കോസ് എന്തായാലും നമ്മൾ മീറ്റ് ചെയ്തിട്ട് എല്ലാം ചർച്ച ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകുള്ളൂ. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാലും ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ കേൾക്കും, അതിൻ്റെതായ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കും. ആരോപണങ്ങൾ നേരിട്ടതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉറപ്പായിട്ട് കേസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിപ്പോൾ കോടതിയിലാണ്, അതെന്തായാലും കൊണ്ടുപോകും. അങ്ങനെയാണ് എന്തായാലും താരസംഘടന അമ്മയ്ക്ക് പുതിയ ഭാരവാഹി എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ നയിക്കുന്ന ഒരു വലിയ പാനൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടിയുമായി എത്തുമെന്ന് തന്നെയാണ് പ്രസിഡന്റ് ശ്വേത മേനോൻ ന്യൂസ് 18 പറയുന്നത്.